ഹായ് ഗൈസ്, ഇത് ബോട്ടിൻ്റെ ഒരു ഇയർഫോണാണ്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. ഇന്നാണ് സമയമുണ്ടായത് അൺബോക്സിങ് വീഡിയോ. ഓക്കെ, ബോട്ടിൻ്റെ റോക്കേഴ്സ് 255 PRO+. കുഴപ്പമില്ല, ക്വാളിറ്റിയിലും സൗണ്ടൊക്കെ വളരെ നല്ലതാണ്. ചാർജ് നിൽക്കുന്നുണ്ട്. ഇതിൽ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതാണ് ഇതിൻ്റെ സ്റ്റൈൽ. ഇതിൻ്റെ ലോഗോ ഉള്ളൊരു സ്റ്റിക്കർ ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഒറിജിനൽ എന്നതിൻ്റെ ബാർകോഡുള്ളത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഐറ്റമാണ്, സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഐറ്റം. ഓക്കെ, നമ്മളൊരു ഇയർഫോൺ വാങ്ങുന്ന സമയത്ത് വയർലെസ് ആണെങ്കിലും ബ്ലൂടൂത്ത് ആണെങ്കിലും ഇയർബഡ് ആണെങ്കിലും നമ്മൾ മാക്സിമം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങാൻ നോക്കുക. ഇല്ലെങ്കിൽ ഞാൻ ആദ്യം ഒരെണ്ണം വാങ്ങിയതിന് മുന്നേ, അപ്പോൾ എനിക്കത് ഞാൻ ഉച്ചയ്ക്ക് ചാർജ് ചെയ്താൽ 2-3 മണിക്കൂർ വരെ എൻ്റെ ചാർജ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ പകുതി ആയിരിക്കും. ബ്രാൻഡഡ് കമ്പനി ആകുമ്പോൾ നമുക്ക് നല്ലതുപോലെ ചാർജ് നിൽക്കും, ഒരുപാട് നേരം യൂസ് ചെയ്യാം, പെട്ടെന്ന് ഡാമേജ് ആവില്ല, ചിലത് വാറൻറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വില കുറഞ്ഞതാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അതുപോലെ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് സാധനം വാങ്ങുമ്പോഴും പരമാവധി ബ്രാൻഡഡ് വാങ്ങാൻ നോക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത്. നമ്മുടെ കയ്യിൽ ബഡ്ജറ്റും കൂടി നോക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈവൻ നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ ഏത് സാധനം നിങ്ങൾ കടയിൽ വാങ്ങാൻ വേണ്ടി പോയാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ബ്രാൻഡഡ് അല്ലാത്ത സാധനങ്ങളായിരിക്കും പുഷ് ചെയ്യുക. അവർക്ക് ഏതാണോ ബെനിഫിറ്റ് ഉള്ളത് അത് അവർ പുഷ് ചെയ്യും. ബ്രാൻഡഡ് ഏതാണെന്നുള്ളതും ക്വാളിറ്റി എന്താണെന്നുള്ളതും നമുക്കറിയുന്നവരുമായോ അല്ലെങ്കിൽ നമ്മൾ സ്വയം ചെക്ക് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങളതിനു വേണ്ടി ശ്രദ്ധിക്കുക, നോക്കിയിട്ട് വാങ്ങുക. ഓക്കെ, കാരണം ബ്രാൻഡഡ് അല്ല, നോർമൽ ബ്രാൻഡഡ് ആയിട്ടുള്ളതുണ്ടാവും, അവർ കൂടുതൽ ബെനിഫിറ്റ് ഷോപ്പുകാർക്ക് കൊടുക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, അതാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. ഇത് വീഡിയോ 3 മിനിറ്റ് മിനിമം ഉണ്ടെങ്കിൽ ലോങ് വീഡിയോകൾ വരുള്ളൂ. അപ്പോൾ ഞാനത് ലോങ് വീഡിയോ ആവാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലോങ് വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കമൻ്റ് ഇടാൻ സമയമുള്ളവർ കമൻ്റ് ഇടുക, ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ളൊരു പോയിൻ്റ് കിട്ടും. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉള്ളൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇയർബഡ് മാറ്റാനുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. പല സൈസിലുള്ളത്, 2-3 സൈസിലുള്ളതുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കുറച്ച് കാലം നമ്മുടെ ഇയർബഡ് കേടായി കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും മാറ്റാൻ പറ്റും. നമ്മൾ വീണ്ടും കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഓക്കെ.